Hi, welcome back once again. കാനഡയിൽ ഈ ആഴ്ച നടന്ന വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒണ്ടാരിയോ PNP ഇവിടുത്തെ ഈ സ്കിൽ ട്രേഡ് ആൾക്കാർക്കുണ്ടായിരുന്ന എല്ലാ പ്രിവിലേജസും അവരുടെ ആ ഒരു ഓപ്ഷൻസും കൂടി അങ്ങോട്ട് ക്യാൻസൽ ചെയ്തു. അപ്പോൾ അതിൽ സങ്കടം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ അപ്ലിക്കേഷൻ ഓൾറെഡി ഇൻ ദ സിസ്റ്റം അണ്ടർ പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ഒരു 2600 ആൾക്കാർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മെനി ഓഫ് ദം മേ ബി ഓൾസോ മാരീഡ്. അപ്പോൾ അവർക്കും അവരുടെ ഫാമിലിക്കും എല്ലാം ഇൻഡയറക്ട്ലി ഡയറക്ട്ലി ഗോട്ട് എഫക്റ്റഡ്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് കാര്യങ്ങളൊക്കെ ശരിയായി PR ആയി വരുന്നു എന്ന് പ്രതീക്ഷിച്ചവർക്കും കൂടി വലിയൊരു സംഭവമാണ്. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർ ഇതുവരെ പുറകോട്ട് പോകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. കാരണം സ്റ്റുഡൻസ് ഒരുപാട് പ്രൊട്ടസ്റ്റൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്. ഡൗൺ ടൗണിലെ ബിൽഡിങ്ങിന് മുന്നിൽ ഇവരെ പ്രൊട്ടസ്റ്റിൻ്റെ പിക്ചറൊക്കെ നിങ്ങൾക്ക് കാണാം ഈടായിട്ട്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ സംഭവിച്ചു, ഇനിയും ഇങ്ങനെയുള്ള ഇതിൻ്റെ ഒരു കോൺസിക്വൻസസും ആഫ്റ്റർ എഫക്ട്സൊക്കെ മറ്റുള്ള പ്രോവിൻസും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ എങ്ങനെ എഫക്റ്റ് ആവും, മറ്റുള്ള എല്ലാ രീതിയിലുള്ള ഇമിഗ്രേഷൻ പ്രോഗ്രാം നമുക്കൊന്ന് ഓവറോൾ ലേറ്റസ്റ്റ് ന്യൂസുകളും പിന്നെ ലേറ്റസ്റ്റ് എക്സ്പെക്റ്റേഷൻസൊക്കെ ഒന്നുകൂടി ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ വൺസ് അഗെയിൻ, മിക്കവാറും തന്നെ കാനഡയിൽ ഈ ഫെഡറൽ എക്സ്പ്രസ് എൻട്രി വഴിയാണ് ഫോറിൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. കാനഡയിൽ പഠിച്ചവർ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് വഴി മിക്കവാറും ആൾക്കാർ PR ആവും. പക്ഷേ ഇതെല്ലാം ഒത്തിരി ടൈറ്റായിരിക്കുകയാണ്. പക്ഷേ ദാറ്റ്സ് ദ പാത്ത് വേ. ഒരു ലാസ്റ്റ് 2 years എടുത്ത് കഴിഞ്ഞാൽ മാക്സിമം ഡ്രോസ് ഹാപ്പനിങ് ഓൺലി ഇൻ ദ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്, നോട്ട് ഇൻ ദ ഫെഡറൽ സ്കിൽ വർക്കർ ക്ലാസ്, അൺലൈക്ക് ഇൻ ദ പാസ്റ്റ്. പുറത്തുനിന്നുള്ള ആൾക്കാരെ കൊണ്ടുവരാതെ കാനഡൻ്റെ അകത്തുള്ളവർക്ക് തന്നെ മാക്സിമം PR ഓപ്ഷൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ഈ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഡ്രോനെ പറയുന്നത്. പക്ഷേ അതിലും പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് 533 മേലേക്കാണ് പോയിന്റ് പോകുന്നത്. അപ്പോൾ മോസ്റ്റ്ലി ഒരു 95% ഓഫ് പീപ്പിൾ ആർ ബിലോ 500 ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി അറ്റ് ഓൾ. ഈവൻ ഇഫ് യു ഡു എക്സലൻറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് CLB 9 ഒക്കെ എടുത്താൽ പോലും മാസ്റ്റേഴ്സിൻ്റെ ഇല്ലെങ്കിൽ നാട്ടിലെ ഗ്രാജുവേഷൻ ഒന്നും ഇല്ലെങ്കിലും മറ്റുള്ള പാരാമീറ്ററോ എക്സ്പീരിയൻസ് ഒന്നും മീറ്റ് ചെയ്യാതെ പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനൊക്കെ ആ ഒരു 500 ക്രോസ് ചെയ്യാൻ നോട്ട് അറ്റ് ഓൾ ഈസി. പിന്നെ മുമ്പൊരു ഈ LMIA പോയിൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ എടുത്തു കളഞ്ഞില്ല കാനഡ ഗവൺമെൻറ്. അതോടെ ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് വേറെ വഴിയില്ലാതായി. അതായത് ജോബ് ഓഫർ വഴി പോയിൻ്റ് ഇല്ല, LMIA വഴി പോയിൻ്റ് ഇല്ല. നമ്മൾ കമ്മിങ് ബാക്ക് ടു ദിസ് ഒണ്ടാരിയോ PNP എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒണ്ടാരിയോ PNPയിൽ കുറച്ച് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. ഒന്ന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് സ്ട്രീം, അതിനെ ഭാഗ്യത്തിന് ഇതുവരെ നമ്മൾ എഫക്റ്റ് ആയിട്ടില്ല, ഇറ്റ്സ് സ്റ്റിൽ ഗോയിങ് ഓൺ. അത് കഴിഞ്ഞാൽ ഫോറിൻ വർക്ക് സ്ട്രീം ഉണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ ഇൻഡിമാൻഡ് സ്ട്രീം ഉണ്ട്, ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതൊക്കെ കൂടാണ്ട് സ്കിൽ ട്രേഡ് അത് വേറെ ഉണ്ട്. അപ്പോൾ ഈ സ്കിൽ ട്രേഡ് അല്ലെങ്കിൽ അതിൽ ഈ സ്വാഭാവികമായിട്ട് ആരാ വരുന്നത്, ഈ സ്കിൽ ട്രേഡിൽ കൂടുതൽ ആൾക്കാർ വരുന്നത് പറഞ്ഞാൽ ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡും മറ്റേ മെഷീൻ റിലേറ്റഡും മെക്കാനിക്സും മറ്റിങ്ങനെയുള്ള എല്ലാ കുക്കും ഷെഫൊക്കെ ഇതിൽ വരും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു 2600 അപ്ലിക്കേഷൻസോളമാണ് അവർ ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അതും ഒരു ഇറ്റ്സ് ആക്ച്വലി ഓൾമോസ്റ്റ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജിൽ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് അവരൊക്കെ അതിന് നോമിനേഷൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇവരൊക്കെ ആ ട്രേഡിൽ ജോലി ചെയ്യുന്നവരാണ് പലരും. ബട്ട് ഇതിൽ ഞാൻ ഒരുപാട് പിന്നെ എൻ്റെതായ രീതിയിൽ റിസർച്ച് ചെയ്തപ്പോൾ ഞാൻ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒണ്ടാരിയോ PNP ഹാസ് അപ്പോയിൻറ്റഡ് സർട്ടൻ ഓഫീസേഴ്സ് ഹു വിൽ കോൾ ഓർ ഹു വിൽ വിസിറ്റ് റാൻഡം ഇങ്ങനെയുള്ള ഈ എംപ്ലോയേഴ്സ് ഉണ്ടല്ലോ. ആരൊക്കെ ഇപ്പോൾ ഒരുപാട് പേരെന്താ പറയുന്നത്, ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ എംപ്ലോയർ എടുത്ത് ഇന്നൊരു പ്രൊഫഷനിൽ സ്കിൽ ട്രേഡ് റിലേറ്റഡ് ഒരു പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇവരുടെ കണക്ക് ഒരു 6 months എങ്കിലും എക്സ്പീരിയൻസ് വേണം എനിക്ക് എലിജിബിൾ ആകാൻ. ബട്ട് ഈ 6 months അത് പിടി ഈസി ടു റൺ എ പേറോൾ. കറക്റ്റ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ഒരു ചെറിയ രീതി ചെയ്യുന്ന ഒരാളാണെങ്കിൽ എനിക്കൊരു 3-4 പേരെ, ഒരാൾ മറ്റേ മേസണായിട്ടും ഒരാൾ മറ്റേ ബ്രിക്ക് ലെയറായിട്ടും ഒരാൾ വേണമെങ്കിൽ റൂഫറായിട്ടും ഇങ്ങനെയൊക്കെ എനിക്ക് വേണമെങ്കിൽ പിന്നെ എന്താണ് ക്യാബിനറ്റ് മേക്കറായിട്ടും ഇഫ് ഐ ഹാവ് എ റിനോവേഷൻ ബിസിനസ് പിടി ഈസി അല്ലേ. ആൻഡ് ഈ റിനോവേഷൻ ബിസിനസ്സൊക്കെ ഒരുപാട് പേർക്ക് നമ്മുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രത്യേകിച്ച് സർട്ടൻ ആൾക്കാർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഈസിയാണ് ഇത് കാശ് വാങ്ങിച്ച് തന്നെ. അപ്പോൾ അവിടെ 100% എൻ്റെ ഒരു വീക്ഷണത്തിൽ ഒരു മിനിമം ഒരു 50% ഫേക്ക് ഫ്രോഡ് നടന്നിട്ടുണ്ട്. അതല്ലാതെ ഇവർ ശരിക്കും ജെന്യൂനായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പല എംപ്ലോയർ എക്സിസ്റ്റിങ്ങേ ഇല്ല. എംപ്ലോയറെ ബിസിനസ്, കാരണം ഇതൊക്കെ ഒരു സ്കെലിറ്റൺ ഓപ്പറേഷനായിട്ട് നടക്കുന്നു. ഏതെങ്കിലും അക്കൗണ്ടൻറ്റോട് പറഞ്ഞ് പേറോൾ റൺ ചെയ്യുന്നു. ഇവനങ്ങനെ ഒരു ജോലിയില്ല, ഒന്നുമില്ല. ഇതൊക്കെ എല്ലാം ഫേക്കായിട്ടുള്ള ഡോക്യുമെൻ്റൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ ഫ്രോഡ് തന്നെയാണ് അതിൻ്റെ നമ്പർ 1 റീസൺ. പിന്നൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒണ്ടാരിയോ ഗവൺമെൻറ് ഈസ് ഓൾസോ അണ്ടർ ട്രെമൻഡസ് പ്രഷർ ലൈക്ക് അതർ പാർട്ട് ഓഫ് കാനഡ. കാനഡൻ്റെ അകത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും മറ്റൊക്കെ ഇങ്ങനെ കൂടി വരികയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഒരു ക്രൈറ്റീരിയ ഒരു 6% മേലെ വരുമ്പോൾ തന്നെ ഒരു റെഡ് ഫ്ലാഗാണ്. 7% മേലെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ പറയുക വേണ്ട.
അതായത് ഒരു 100-7 പേർക്കും കനഡ ജോലി ഇല്ലെങ്കിൽ ഇവർക്കൊക്കെ കനഡ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻകം കൊടുക്കണം. പ്രത്യേകിച്ച് കനേഡിയൻ PR-നും കനേഡിയൻ സിറ്റിസൺസിനൊക്കെ ഗവൺമെൻറ്. എൻ്റെ ഓഫീസിലൊരു 15th ഫ്ലോറിലാണ് എൻ്റെ ഓഫീസ്. 14th ഫ്ലോറിൽ ഒണ്ടാരിയോയുടെ ഈ പറഞ്ഞ പോലെ ഈ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻഷുറൻസ് കൊടുക്കുന്ന ഓഫീസുണ്ട്. അപ്പം ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഐ ഓൾവേസ് സീ എനിവൺ എൻറ്റേഴ്സ് എലിവേറ്റർ ദർ get down in 14th floor. That means most of the people whom I meet, they are here for taking unemployment insurance. അപ്പോൾ അത്രയും അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് കനേഡിയൻ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഈസ് ഓൾസോ അണ്ടർ ട്രമൻഡസ് പ്രഷർ. കറക്റ്റ്. അപ്പോൾ അതിൽ വലിയ ഫാക്ടർ, അതും പുറത്ത് പറയുന്നില്ലെങ്കിലും ദാറ്റ് കുഡ് ബി അനദർ മേജർ ഫാക്ടർ that the government is under pressure to go left and right, to go to any extent to basically at least save 1,000 jobs. ഇപ്പോൾ ഈ 2,600 ജോബ്സ് ഇവർ ഇത് ആക്സ് ഇവിടെ ചെയ്തപ്പോഴത്തേക്ക് ഈ 2,600 നോമിനേഷൻസ് അല്ലെങ്കിൽ മറ്റേ PNP നോമിനേഷൻ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹെൽപ്പ്. ഇഫ് ദേ ലീവ്, ദോസ് ജോബ്സ് ആർ ആക്ച്വലി ഗോയിങ് ടു ബി ഇൻ ലോക്കൽസ്. കനേഡിയൻ PR-ഉം കനേഡിയൻ സിറ്റിസണായിട്ടുള്ള ആൾക്കാർക്കാണ് ജോബ് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പർപ്പസും കൂടി ഇതിൽ കാണുമായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറഞ്ഞ പോലെ ഇപ്പം സ്റ്റുഡൻസ് ക്വീൻസ് പാർക്കിൽ, അതായത് ഡൗൺ ടൗണിൽ പ്രീമിയറിൻ്റെ ഓഫീസിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് ഒത്തിരി സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ നമുക്ക് കാണാം. ബട്ട് അഗെയിൻ ഇഫ് യു ലുക്ക് അറ്റ് ദോസ് പിക്ചേഴ്സ്, ടു ബി ഓണസ്റ്റ് വിത്ത് യു, ഇപ്പോൾ പലരും ഇൻ്റർവ്യൂവിലൊക്കെ ഒരു പെർട്ടിക്കുലർ ഇന്ത്യൻ ലാംഗ്വേജ് സംസാരിക്കുന്നത് തന്നെ, ഞാനതിൻ്റെ പേരൊന്നും എടുത്ത് ഇവിടെ പറയുന്നില്ല. ഈവൻ ദാറ്റ് ഇറ്റ് സെൽഫ് ലുക്സ് ലൈക്ക് നോട്ട് ഗുഡ്. കറക്റ്റ്. ബിക്കോസ് നിങ്ങൾ ഇത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരും ട്രേഡിലൊക്കെ ഉള്ളവരാണ്, ജെന്യൂൻ എംപ്ലോയീസൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്നവരിലൊരു 100 പേരിലെടുത്ത് കഴിഞ്ഞാൽ 95 പേരും നമ്മുടെ നാട്ടുകാരാണ്. അപ്പോൾ നമ്മുടെ നാട്ടുകാരെന്ന് മലയാളികളാണെന്നില്ല, ഇന്ത്യക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു സെൻസ് എ റോങ് മെസ്സേജ്. അതായത് ശരിക്കും ഇത് പുറത്തുനിന്ന് വാച്ച് ചെയ്യുന്ന ഒരു കനേഡിയൻസിന്, പ്രത്യേകിച്ച് വെള്ളക്കാർക്ക് കാണുമ്പോഴത്തേക്ക് ഇതെന്താ ഇവന്മാർ മാത്രമാണ് ഈ ഒരു ബെനിഫിറ്റൊക്കെ എടുക്കുന്നത്, ഇവന്മാർ മാത്രമാണ് ഈ ഒണ്ടാരിയോ PNPയുടെ സ്കിൽ ട്രേഡ് ക്യാൻസലാക്കിയത് കൊണ്ട് പിന്നെ എഫക്റ്റഡ് ആയിരിക്കുന്നത്. അപ്പം നോക്കുമ്പോഴത്തേക്ക് ഇതിലൊരു 2,600 എങ്കിൽ ഈ 2,600-ൽ 2,500-ഉം നമ്മുടെ ആൾക്കാർ തന്നെ ആണെങ്കിൽ എഗെയിൻ ദാറ്റ് സെൻസ് എ റോങ് മെസ്സേജ്. വേറെന്താണ് മറ്റുള്ളവരൊന്നും ഇതിൽ വരാത്തത്? അപ്പോൾ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയുള്ള എല്ലാ എലിജിബിലിറ്റി ഫാക്ടർ ഒപ്പിക്കാൻ പറ്റുന്നത്? ലാംഗ്വേജ് ടെസ്റ്റ് ആയിക്കോട്ടെ, അല്ല പിന്നെ പേറോൾ എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതിൻ്റെ റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആയിക്കോട്ടെ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർക്ക് മാത്രം എങ്ങനെ ഒപ്പിക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആൾക്കാർ ഇങ്ങനെയുള്ള പലരും ചെയ്യുന്നതിന് നമ്മൾ പാവങ്ങളായ ആൾക്കാർ, ജെന്യൂനായിട്ട് ആൾക്കാരും അതിൻ്റെ പ്രൈസ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നൊരു 40% 50% ചിലപ്പോൾ നല്ല ആൾക്കാരുണ്ടാവും, ജെന്യൂനായിട്ടുള്ള ആൾക്കാർ. ബട്ട് വാട്ട് ടു ഡു, ഹൗ ആർ വി ഗോയിങ് ടു പ്രൂവ് ഇറ്റ്? കാരണം ഒണ്ടാരി PNP ഒക്കെ നമ്മൾ പലപ്പോഴും ഓഫീസിന് പലപ്പോഴും കോൺടാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കിട്ടുന്ന ഫീഡ്ബാക്ക് ഈസ് ബേസിക്കലി ദേ ഹാവ് ഫൗണ്ട് ഔട്ട്, അവർക്ക് വളരെ ക്ലിയർ എവിഡൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പല ആൾക്കാരുടെയും കേസുകൾ വാസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് ആൻഡ് മാനിപ്പുലേറ്റഡ് ആൻഡ് documents were made through some kind of fraudulent activities. അപ്പോൾ അതിൽ എംപ്ലോയേഴ്സിനെ അവർ ഹെവി ആയിട്ട് ഫൈൻ ചെയ്യുന്നുണ്ട്. മോർ ദാൻ $100,000 and all many employees got fined. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് ഇനി എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തിരുന്ന് കാണാം. ഇനി ഗവൺമെൻറ്റിന് വല്ല മനസ്സ് എന്തെങ്കിലും അലിഞ്ഞ്, അല്ലെങ്കിൽ പബ്ലിക് പ്രഷറോ പൊളിറ്റിക്കൽ പ്രഷറൊക്കെ കാരണം എന്തെങ്കിലും ബാക്ക് സ്റ്റെപ്പൊക്കെ എടുക്കുമെന്ന് നമുക്കറിയത്തില്ല. ബട്ട് സോ ഫാർ സിറ്റുവേഷൻ ലുക്സ് ലൈക്ക് റിയലി സീരിയസ്. ഇതിൻ്റെ ഒരു വേറെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒണ്ടാരി ഇപ്പോൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക്, ഒണ്ടാരി ഈസ് ദ ലാർജസ്റ്റ് പ്രോവിൻസ് ഇൻ കാനഡ. ഇത് മറ്റുള്ള പ്രോവിൻസിന് നോട്ടീസ് ഉണ്ടല്ലേ, അവർക്കും വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇവരുടെ പ്രൊട്ടസ്റ്റ് കാണുമ്പോഴത്തേക്ക്, ഈ പ്രൊട്ടസ്റ്റിൻ്റെ പിക്ചർ കാണുമ്പോഴത്തേക്ക് മറ്റുള്ള പ്രോവിൻസ് എനിക്ക് പേടി, അവരെനി കൂടുതൽ ടെംപ്റ്റേറ്റഡും പ്രൊവോക്കേറ്റഡായിട്ട് അവരും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നതാണ്. മറ്റുള്ള ന്യൂസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കനേഡിയൻ ഗവൺമെൻറ് ഇപ്പോഴത്തെ മിഗ്രേഷൻ ഡ്രോ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം ലാസ്റ്റ് ഒരു 2-3 വീക്സ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ദ ഫ്രഞ്ച് ഈസ് ഡോമിനേറ്റിംഗ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് ഒരു ഡ്രോയിൽ തന്നെ 10,000 ഗായ്സ് ഗോട്ട് ബേസിക്കലി ITA. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് അത് കൂടാതെ ഇപ്പം എക്സ്പ്രസ് എൻട്രിയിലെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വെരി ഹൈ നമ്പർ 533 വരെയൊക്കെ പോയിട്ടുള്ളവർക്ക് കിട്ടിയിട്ടുള്ളൂ. എക്സെപ്റ്റ് ദി ഹെൽത്ത് കെയർ ആൻഡ് സോഷ്യൽ വർക്കേഴ്സ്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുമ്പോൾ അവർ ഹൈ ഡിമാൻഡ് കാറ്റഗറിയാണ്. അവർക്ക് ഐ തിങ്ക് ദ മിനിമം സ്കോർ, ദ മാക്സിമം സ്കോർ, കട്ട് ഓഫ് സ്കോർ വാസ് 472 CR സ്കോർ. അങ്ങനെ ഒരുപാട് പേർക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും ഇപ്പോഴും പഴയ പേടി സ്വപ്നങ്ങളും ബിൽ C-12ഉം മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിൽ തന്നെയാണ്. പലരുടെയും ഫ്യൂച്ചർ ടെൻഷനിൽ തന്നെയാണ്. അപ്പോൾ ഈ പിന്നെ TR-PR ഒക്കെ വരും എന്നുള്ള പ്രതീക്ഷയുണ്ട്. ബട്ട് അതെങ്ങനെ വരും, എത്ര വരും, അത് 33,000 സ്പ്ലിറ്റായിട്ട് വരുമോ, TR-PRൻ്റെ മെക്കാനിസം വിൽ ഇറ്റ് ബി സെയിം ആസ് 2021? ഇതൊന്നും ആർക്കും ഒരു വലിയ ക്ലാരിറ്റി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണീസ് gone for G20 summit in South Africa. On the way he also went to UAE.
And the good news is that he has declared a couple of 6 to 7 good projects in Canada. ഇതെല്ലാം മേജർ പ്രോജക്ട്സ് ആണ്. ഫോർ എക്സാമ്പിൾ കാനഡക്ക് ഒരുപാട് മൈനിങ് സ്ട്രോങ് ഇൻഡസ്ട്രിയാണ്. അപ്പോൾ കാനഡയുടെ മൈനിങ്ങിൽ ഇനി ഒരുപാട് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ പൊട്ടാഷ് ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, ഓയിൽ ആയിക്കോട്ടെ, മൈനിങ്ങിലും ഡ്രില്ലിങ്ങിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോറിൻ കൺട്രീസിനെ പോലെ അവർ ഇൻവൈറ്റ് 6-7 പ്രോജക്ട്സ് കുഡ് ക്രിയേറ്റ് almost something like thousands of jobs in BC and Atlantic provinces എന്നാണ് നമുക്ക് കിട്ടുന്ന ന്യൂസുകൾ. ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കുള്ള വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാനഡൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കോൾസ് വരികയാണ്. നാട്ടിൽ നിന്ന് ദുബായ് എന്നുള്ള കോൾസ് ഞാൻ മിക്കവാറും അവരോട് പറയും, നിങ്ങളുടെ ബന്ധുവിനോട് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ പറയും. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ മീ ടു അഡ്രസ് ഓൾ ദ എൻക്വയറി ഫ്രം ഗൾഫ് കൺട്രീസ് ആൻഡ് ഇന്ത്യ ബിക്കോസ് ഓഫ് ദ ടൈം ഗ്യാപ്സ്. ആൻഡ് ഓൾസോ മാത്രമല്ല, ഇപ്പം എൻ്റെ മോനെ പറ്റി, എൻ്റെ മോളെ പറ്റി എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടെ നിന്ന് നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഈ മകനോടും മകളോടും എനിക്ക് ചോദിക്കേണ്ട കുറേ ചോദ്യം, അതിന് നിങ്ങളുടെ അതിന് മറുപടിയില്ല. സോ ഹൗ ക്യാൻ ഐ റിയലി ഡീൽ വിത്ത് ഇറ്റ്? ആൻഡ് ഇറ്റ്സ് വിൽ ബി വേസ്റ്റിംഗ് ലോട്ട് ഓഫ് മൈ ടൈംസ്. ആൻഡ് ഐ ആം ഓൾസോ കാനഡയിലെ ഒരു ലൈഫ് സ്റ്റൈൽ ഞങ്ങൾക്ക് അറിയില്ല, വെരി വെരി ബിസി ഹിയർ. ഇപ്പോൾ സ്വാഭാവിക കാനഡയുടെ അകത്തുനിന്നുള്ളവരാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷോർട്ട് 2-3 minutes ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. പിന്നെ അവർക്ക് ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് സീരിയസ് ആയിട്ടൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ പറയും, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ HNC പറ്റിയും അസൈലത്തിനെ പറ്റിയും ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് I can put some link here. You can go through my previous videos. അതല്ലാതെ ഞാൻ പിന്നെ അതിനെ റിപ്പീറ്റ് ചെയ്തിട്ട് വീഡിയോ ഇടുന്നതിൽ വലിയ കാര്യമില്ല. അപ്പം ഞാൻ എപ്പോഴും ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താ പറഞ്ഞുതരാൻ പറ്റുന്നത് പറയാണ്. ഇപ്പോഴും നമ്മളെല്ലാം ആങ്ഷ്യസ്ലി വെയിറ്റിംഗ്, പ്രതീക്ഷകളും മോഹങ്ങളും ഒക്കെ തന്നെയല്ലേ, ഡ്രീംസ് തന്നെ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത ആഴ്ച പിന്നെയും എന്തെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ്. താങ്ക് യു. ബൈ.